കേരളത്തിലൊരു വിവാദമായൊരു വിഷയം കൂടിയാണ് ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞൊരു 1-2 ആഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് ചില സോഷ്യൽ മീഡിയകളിലൊക്കെ ഇട്ടിട്ട് പല ആളുകളും വളരെ പ്രചാരം നേടിയിട്ടുള്ളൊരു സംഭവമാണ്. വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചിലതൊക്കെ ശ്രദ്ധിക്കപ്പെടലും ചിലതൊക്കെ കത്തിപ്പോകലും അഥവാ എന്താ പറയുക, ഒരു ഹൈപ്പ് കിട്ടൽ. പക്ഷെ നമ്മളെന്തായാലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പം പ്രത്യേകിച്ച് മലയാളികൾ ഒരു ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്ന ഒരു കൾച്ചർ ഇപ്പം അടുത്ത കാലത്ത് വല്ലാതെ കൂടിയിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല കാര്യത്തിൽ. തീർച്ചയായിട്ടും. മാത്രമല്ല ഇപ്പോഴുള്ള ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ടെന്നുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാവില്ല ഷെയർ ചെയ്യാൻ. ഒരു സാധാ ഒരു കുഞ്ഞു ഒരു ഹോട്ടൽ എന്ന് പറയാൻ മാത്രമില്ല, ഒരു ഷെഡിൽ വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ഹോട്ടൽ നടത്തുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ക്യാൻറ്റീൻ അല്ലെങ്കിലും അങ്ങനത്തെ രൂപത്തിലാണുള്ളത്. അപ്പോൾ യാദൃശ്ചികമായിട്ട് അതിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ 2 സുഹൃത്തുക്കൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. നല്ല ഭക്ഷണം ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ട് ഒരു വലിയൊരു വാഹനത്തിൽ ഒരു 2 വാഹനങ്ങളായിട്ട് ഒരു 10-12 ആൾക്കാർ. അപ്പോൾ അവർ നമ്മുടെ നാട്ടിലെ സ്ലാങ്ങിലല്ല സംസാരിക്കുന്നത്, തൃശ്ശൂർ സൈഡിലുള്ള സ്ലാങ്ങിലാണ്. അപ്പോൾ ഇവർ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവിടേക്ക് എത്തിയത്. അതിൽ ഇവർ വന്ന് കയറുന്നത് കണ്ടപ്പോൾ തന്നെ ഇക്ക പറയുന്നുണ്ട്, പടച്ചോൻ എന്നിപ്പോൾ അത് ഇനിയിപ്പോൾ സ്വീപ്പാകുമോ, നമ്മളിപ്പോൾ കാര്യപ്പെട്ട് നമ്മളെ ഇവിടേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായി പറയണമെന്ന് വെച്ചാൽ പറയാം, ഏതൊരു ചെങ്ങായി ഇവിടെ വന്നിട്ട് ഒരു റീലെടുത്ത് പോയിന്, എന്നിട്ട് ഓൻ ആ റീലിട്ടതിൻ്റെ പേരിൽ എൻ്റെ ഭക്ഷണം വലിയ ഉഷാറാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ. നമുക്കിവിടെ സാധാരണ വരുന്ന ആൾക്കാരും അവർക്ക് ഭക്ഷണം കൊടുക്കാനില്ല, അത് കൂടുതൽ ഉണ്ടാക്കിയത് ബാക്കിയാവുമോ എന്നുള്ള അറിയില്ല. അങ്ങനെ ഉണ്ടാക്കിയ സമയത്തൊക്കെ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കര ടെൻഷനാണ്, ഇതൊന്നും വേണ്ടില്ലായിരുന്നു, ഇത് ആരതൊക്കെ ഈ ശൈത്താനൊക്കെ കണ്ടെത്തിയത്, അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആരാണ് ഈ ശൈത്താനൊക്കെ കണ്ടെത്തിയത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ മറ്റൊരു ജില്ലയിൽ നിന്നും ഒരു 10-70 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഭക്ഷണം ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിന് മാത്രം ഒരു ഇതുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഇല്ല എന്നുള്ളത്. കാരണം നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ ഏതൊരു ഹോട്ടലിലും കിട്ടുന്ന അതേ ഫുഡിനുള്ള അവിടെ ഉള്ളൂ. പക്ഷെ ഒരു റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ആളുകളുടെ ഒരു ഒഴുക്കാണ് ഇപ്പോൾ. അപ്പോൾ മലയാളികൾ ഈ ട്രെൻഡിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭക്ഷണങ്ങൾക്കും ഹോട്ടലിനൊക്കെ അമിതമായ ചില പ്രാധാന്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്.